2026 ഫോണുകളുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഇനി ഞാൻ ഈ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ തല്ലും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ബട്ട് കുറച്ചു കാലം മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫോൺ ഇപ്പോഴും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നുണ്ട്. ആ ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതെ ഗൈസ്, നമ്മുടെ സാക്ഷാൽ ഓപ്പോ റെനോ 14 ആണ് ആ ഒരു ഫോൺ. ഈ 2026 ഓപ്പോ റെനോ 14 എന്ന് പറയുന്ന ഫോൺ വാങ്ങിക്കുന്നത് വാല്യൂ ഫോർ മണി ആണോ എന്നായിരിക്കും പലരുടെയും മനസ്സിലെ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേക്കാൻ മുന്നേ നമ്മുടെ ചാനൽ ഇനിയും ഫോളോ ചെയ്ത് തരാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അടിപൊളി വീഡിയോസ് ഡെയിലി വരുന്നതായിരിക്കും. ഓപ്പോ റെനോ 14 ഓപ്പോ റെനോ 15 കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏതാണ് ബെസ്റ്റ് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും അത് റെനോ 14 ആണെന്നുള്ളത്. 38,000 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ പല സമയങ്ങളിലും വിത്ത് ബാങ്ക് ഓഫറിൽ 31,999 രൂപയ്ക്ക് ഈ ഒരു ഫോൺ നമുക്ക് മേടിക്കാൻ കിട്ടാറുണ്ട്. പക്ഷെ പല ആൾക്കാരും ഇതിനെ ഒരു അണ്ടർ റേറ്റഡ് ഫോണായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫോണുകൾക്ക് വില കൂടിയപ്പോൾ ഈ ഫോണിന് വില കുറവായതുകൊണ്ട് കുറേ ആൾക്കാർ ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വീണ്ടും കൂടിയിട്ട് ഒരു 40-41 രൂപ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഈ ഒരു ഫോണിന്റെ പ്രധാന കോമ്പറ്റീറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ നത്തിങ്ങിന്റെ ഫോൺ 4 സീരീസ് ആണ്. അതായത് നത്തിങ് ഫോൺ 4 ആണ് ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ ആ ഒരു ഫോണിൽ പോലും ഇല്ലാത്ത പല ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. നമ്മുടെ നത്തിങ്ങിന്റെ ഫോൺ 4 വെറും IP64 റേറ്റിംഗിലാണ് വരുന്നത്. അതായത് കാര്യമായിട്ടൊരു മഴ നനഞ്ഞു കഴിഞ്ഞാൽ ആ ഫോണിന് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മുടെ റെനോ 14 അന്നത്തെ ടൈമിൽ തന്നെ നമുക്ക് IP69 റേറ്റിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സിലിക്കൺ കാർബൺ എന്ന് പറയുന്ന ഹൈ ബാറ്ററി ഡെൻസിറ്റി പരിപാടി അന്നത്തെ റെനോ 14 ഉണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള നത്തിങ്ങിൽ പോലും വെറും 5000 mAh നോർമൽ ബാറ്ററിയാണ്. എന്തിനു പറയുന്നു, ഈ ഒരു 40,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാങ്ങിച്ചാലും ഈ ഒരു ഫോൺ ഒരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. ഇനി ഈ ഒരു ഫോണിന്റെ ലുക്കിന്റെയും ഡിസൈനെ പറ്റിയും പറയുകയാണെങ്കിൽ ഒരു സിലിക്കൺ കേസ് ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ഐഫോൺ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഫോണിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ അതിൽ ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്യാമറ സാമ്പിൾസ് ഒക്കെ കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. സോ ഡിസൈൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു ഗ്രീൻ കളർ വേറെ ലെവലാണ്. ഗ്രീൻ കളർ മാത്രമല്ല ഒരു വൈറ്റ് കളർ ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ടായിരുന്നു. 187 ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന ഒരു കോമ്പാക്ട് ഫോണായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. മാത്രമല്ല ഈ ഒരു ഫോണിൽ പ്രീമിയം ഫോണുകൾ വരുന്ന അലൂമിനിയം ഫ്രെയിം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു ക്യാമറ സൈഡിൽ കാണുന്ന ആ ഒരു ഗ്ലേസിങ്ങും ആ ഒരു ഗ്ലോ ഒക്കെ വേറെ ലെവലാണ്. ഡിസൈൻ മാത്രമല്ല ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിലും 6.59 ഇഞ്ച് സൈസുള്ള ഒരു AMO LED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അത് 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പോലുള്ള ആപ്പുകൾ നമുക്ക് HDR സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഫോൺ എടുക്കുന്ന പല ആൾക്കാരും ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് മറന്നു പോയെന്ന് തോന്നണേ. അതുകൊണ്ടാണ് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേട്ടാ. ഓപ്പോ റെനോ 14 പെർഫോമൻസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഡയമണ്ട്സിറ്റിയുടെ 8000 സീരീസിൽ വരുന്ന 8350 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അടിപൊളി പെർഫോമൻസ് ആണ്. നമുക്ക് BGMI COD പോലുള്ള ഗെയിമുകളിലൊക്കെ 90 FPS സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ UFS എന്ന് പറയുന്നത് 3.1 കിട്ടുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് 3.1 കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7 സീരീസ് പ്രോസസറിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് നമ്മുടെ ഡയമണ്ട്സിറ്റിയുടെ 8000 സീരീസ് ഇട്ട. അതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ കാര്യമായിട്ട് വെറിഡ് ആവേണ്ട ആവശ്യമില്ല. ഇനി ബാറ്ററി നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി സിലിക്കൺ കാർബൺ ടെക്നോളജിയുടെ ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അത് 6000 mAh ബാറ്ററിയാണ്. മാത്രമല്ല 80 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി എന്നാണാവോ ഈ ഓപ്പോ വിവോ പോലുള്ള ബ്രാൻഡുകളും ഈ ചാർജർ എടുത്ത് കളയുന്നത്? കാരണം അത്രയും വലിയൊരു പ്രൈസ് ഹൈക്കാണ് ഫോണുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബ്രാൻഡുകളൊക്കെ ചൈനീസ് ബ്രാൻഡുകളായതുകൊണ്ടും അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായതുകൊണ്ടും അവർ ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള കോമ്പോണൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടും ചിലപ്പോൾ ഈ ഒരു പ്രൈസിൽ കുറച്ച് കാലം കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്പോ ഈ ഒരു ഫോണിന് പ്രൊവൈഡ് ചെയ്യുന്നത് 5 തവണയുള്ള മെയിൻ OS അപ്ഡേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഇപ്പോൾ വാങ്ങിച്ചാലും ഇനി ഒരു 3 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 4 വർഷത്തേക്ക് കൂടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. ഇനി ക്യാമറ സൈഡ് നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആയി പോവുക. കാരണം ഈ ഒരു ഫോണിൽ 50 മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ വരുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ ഒരു 3.5 ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് വരുന്നുണ്ട്. 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് നോർമൽ പെർഫോമൻസ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ബാക്കി 2 സെൻസർ അടിപൊളിയാണ്. അതിലെ വീഡിയോ പെർഫോമൻസ് നോക്കുമ്പോഴും നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. 4K 60 FPS വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഈ ഒരു ഫോണിൽ പറ്റൂട്ടാ. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിലും അതും 50 മെഗാപിക്സൽ വരുന്നത് ഗൈസ്. ആ ഒരു സെൽഫി ക്യാമറയിൽ പോലും നമുക്ക് 4K 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസുകളൊക്കെ നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നത്.
സോ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ചില നെഗറ്റീവ്സും എനിക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുണ്ട്. ഈ ഒരു ഫോണിൻ്റെ OS പറ്റി പറയുകയാണെങ്കിൽ അതിൽ ചില ബ്ലോട്ട് വൈസ് ഒക്കെ ഓൾറെഡി നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടാണ് വരിക. പക്ഷെ നമുക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പൊക്കോളും. അതുപോലെ തന്നെ കുറച്ച് ലോങ് ടൈമിൽ ഗെയിമിങ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ളൊരു ഹീറ്റിംഗ് നമുക്കതിൽ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് നിന്നിൽ എടുക്കുന്ന ഫോട്ടോസ് പിന്നെയും ഓക്കെയാണ് ഡേ ടൈമിൽ. പക്ഷേ വീഡിയോസ് അത്ര പെർഫോമൻസ് ഇല്ല ലോ ലൈറ്റിലൊക്കെ. എന്നാലും ഡേ ടൈമിൽ വൈഡ് ലെൻസ് ആ ഒരു 8 മെഗാ പിക്സലിന് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് നമുക്ക് 4K റെക്കോർഡിങ് ആ ഒരു വൈഡ് ക്യാമറയിൽ കിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ചെറിയ ചെറിയ നെഗറ്റീവ്സ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഈ നെഗറ്റീവ്സ് ഒന്നും ഒരു നെഗറ്റീവ്സേ അല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. നമുക്ക് ആക്ച്വലി ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നോർമൽ ഫോണുകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബേസി ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് കിട്ടുന്നില്ല. എന്നാലും ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് പെർഫോമൻസും കിട്ടുന്നുണ്ട്. സോ ഗൈസ്, ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് 2026 ഓപ്പോ റെനോ 14 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമുക്കൊരു 40,000 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ 38,000 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വാല്യൂ ഫോർ മണി ഫോണാണ് ഇന്നത്തെ കാലത്ത്. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി ആരെങ്കിലും ഈ റെനോ 14 ലോങ് ടൈമിലേക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കാം. അപ്പോൾ എന്തായാലും 2026 നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ റെനോ 14 നമുക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാൻ ബൈ ജിനോ ടെക് വ്ലോഗ്സ്.